ഇവിടെ എല്ലാം നിറച്ചുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈഡൻസ്. ഞങ്ങൾ പട്ടായയിലാണ്, 3ാമത്തെ ദിവസമാണ്. ഇന്നത്തെ പരിപാടി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്, അതിനിപ്പുറത്തോട്ട് വന്നതാണ്. നമ്മളവിടെയാണ് താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിൽ. റെസ്റ്റോറൻറ്റ് ഭാഗം വരുന്ന ഇവിടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിച്ചാൽ നമുക്ക് ഉടനെ ഒന്നും വിശക്കത്തില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ 9 മണിയായപ്പോൾ തന്നെ എല്ലാവരും റെഡി ആയിട്ട് ഇതേ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഈ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് എടുത്ത കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. 2ാമതും 3ാമതും ഒക്കെ പല പല സാധനങ്ങൾ ഞാൻ കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും കാണിക്കാനായിട്ട് പറ്റാഞ്ഞത് ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. ജ്യൂസും വെറൈറ്റി സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. തായ്ലൻഡ് വീഡിയോ അല്ലെങ്കിൽ തായ്ലൻഡ് വ്ളോഗ്സ് കാണുമ്പോൾ ഞാൻ ആദ്യം കണ്ടിരുന്നത് ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കേട്ടോ. ഇങ്ങനെ വള്ളത്തിൽ പോകുന്നു, കച്ചവടക്കാർ വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, എത്രാന്ന് തിരക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വെൽക്കം ടു പട്ടായ വ്ളോഗ്സ്. അപ്പോൾ ഇന്നും ഞാൻ 3ാമത്തെ ദിവസമാണ് പട്ടായയിൽ വന്നിട്ട്. ഈ 2 രാത്രികൾ ഇവിടെ തങ്ങിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് ഭയങ്കര വൈബ് ഇഷ്ടമാണോ, ഫ്രണ്ട്സ് ഉണ്ടോ, മ്യൂസിക് ഇഷ്ടമാണോ, എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണോ എങ്കിൽ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നേക്ക്. ഇവിടെ അടിപൊളിയാണ്. ശാന്തവും സമാധാനവും ഒക്കെ ഇഷ്ടമുള്ളവർക്കും പറ്റിയ ഇടങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പട്ടായ എപ്പോഴും വേറൊരു പട്ടായാണല്ലോ. ഈ പട്ടായയിലെല്ലാം ഉണ്ട്. ഇത്രയും വൈബുള്ള സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. കാരണം ഇന്ത്യയിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നടക്കും. നിങ്ങളുടെ ഈ പൈസയുണ്ടോ, നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരെ പോരുക. ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇതാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി. 2 ആന നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസിലെത്തി. ക്ലീൻ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കയ്യിൽ ഒട്ടിച്ചിട്ട് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയും ഒരു രീതിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഇത് കയറി വന്നപ്പോൾ തന്നെ ഒരു ആലിൻ്റെ ചോട്ടിൽ കുറേ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും പതിവാണല്ലോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ചെറിയൊരു സെർച്ച് നടത്തിയപ്പം ഇത് മാൻമെയ്ഡ് ആണെന്നാണ് കണ്ടത്. ഈ കാണുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതുപോലെ ഇവിടുത്തെ കുറച്ച് കനാൽസൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വള്ളത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വെള്ളവും പേടിയാന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ തന്നെ. ആലപ്പുഴ ജില്ലയിൽ ജനിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ ആറും തോടും എല്ലാം ഉണ്ടായിട്ട് നീന്താനോ അറിയത്തില്ല. പിന്നെ വെള്ളത്തിനെ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസിലേക്ക് വന്നപ്പോൾ തന്നെ കുറച്ച് പേര് ഒരുങ്ങിയൊക്കെ വരുന്ന കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഡ്രാമ പോലത്തെ ഐറ്റമാണ്. പക്ഷേ അവരിങ്ങനെ വള്ളത്തിലിരുന്ന് പാട്ട് പാടി പോവാണ്. ഞങ്ങൾ പല വള്ളത്തിലും ഇത് കണ്ട്. ഇതിനെനിക്ക് തോന്നുന്നു എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇവിടുത്തെ തനതായ കലാരൂപങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളിതൊക്കെ ഒരു ഏജൻസി വഴിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ഈ തായ്പാട്ട് കേട്ടിരിക്കുന്നതിനെക്കാട്ടിലൊക്കെ നമ്മളുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ എൻജോയ്. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുറച്ച് നേരമൊക്കെ നമ്മൾ കേട്ടു. പിന്നെ ഇപ്പം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഈ കാണുന്ന ബിൽഡിങ്ങും ഇവിടുത്തെ മനുഷ്യരെയൊക്കെ ഒഴിവാക്കിയാൽ നമ്മുടെ ആലപ്പുഴയിൽ ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് തവണ ആലപ്പുഴ ബോട്ടിലും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോട്ടിൽ കയറിയപ്പോൾ എനിക്കത്ര പ്രത്യേകത തോന്നില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ സൈഡിൽ ആൾക്കാർ കുക്ക് ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ
സാധനങ്ങൾ വിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുതിയൊരു അനുഭവമാണ്. ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, കേരളത്തിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തുടങ്ങിയ ഒരുപക്ഷെ എല്ലാ ജില്ലകളിലും തുടങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. നമ്മുടെ ആലപ്പുഴയിലോ കൊച്ചിയിലോ ഒക്കെ ഇതുപോലൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. നമ്മൾ ബോട്ടിൽ പോകുന്നു, മുകളിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇതിപ്പം രാവിലെ ആയതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാത്തത്. ഇത് ഓണായി വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈവനിങ്ങിലാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ എത്തുന്നത്. പിന്നെ രാവിലെ വന്നാലുള്ള പ്രത്യേകത നമുക്കധികം വെയിൽ കൊള്ളാതെ ഈ കാഴ്ചയൊക്കെ കണ്ട് വള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും. ആ ദൂരെ കൂടെ പോകുന്ന ബോട്ടിൽ ഡ്രാമയാണെന്ന് തോന്നുന്നു അവതരിപ്പിക്കുന്നത്. നിന്ന് കാര്യം പറയുകയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വള്ളത്തിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മളിതേ കരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ വരുന്ന സമയത്ത് ഒരു സൈഡിലിരുന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് കയറി ഉടനെ തന്നെ നമ്മുടെ പല ടൈപ്പിലുള്ള ഫോട്ടോ, നമ്മളുടെ ഓരോ ഭാവങ്ങളുള്ള ഫോട്ടോ അതേണ്ട അവരിവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഓരോ ഫോട്ടോയ്ക്കും പ്രൈസ് വരുന്നത് 100 ബാത്താണ്. ഒരു 5-10 മിനിറ്റോ ഒക്കെ ഉള്ളായിരുന്നു ഈ ഒരു ഫ്ലോട്ടിംഗ് യാത്ര. അതിനുള്ളിൽ അവർ നമ്മുടെ പിക്ചറൊക്കെ റെഡിയാക്കി സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളാരും വാങ്ങിച്ചില്ല, കാരണം ഇതിപ്പം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഇതുപോലെ നമ്മളറിയാതെ ഫോട്ടോ എടുത്തിട്ട് അവർ പ്രിൻ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയിലും നല്ല ക്യാമറയും നല്ല ക്യാമറയുള്ള മൊബൈൽ ഫോണും ഒക്കെ ഉള്ളതുകൊണ്ടാകണം ആരും അധികം വാങ്ങിച്ചൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ മൊത്തം കച്ചവടമാണ് നടക്കുന്നത്. എത്ര രൂപ എവിടെ നോക്ക്? 60 ബാത്ത്. ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, 90 ബാത്ത്. അല്ല ഇതിങ്ങനെ തന്നെയാണ്. അല്ലടാ, വലിയ ടേസ്റ്റ് ഇല്ലേ? ഇത് വേറെയാ. ഇവിടെ വ്യത്യാസമുണ്ട്. 220 ബാത്ത് ഇതിന്, ആനയുടെ ബാഗ്. പിന്നെ ഈ ഡ്രസ്സും എല്ലാവരും ചോദിച്ചതാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇതും ഞാൻ ഒരു 2-3 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു ടോപ്പാണ്. അത് അജിയോ എന്നായിരുന്നു എടുത്തത്. എനിക്കൊന്ന് ടീം സ്പിരിറ്റ് അങ്ങനെ എന്തോ ആണ് ബ്രാൻഡിൻ്റെ പേര്. പിന്നെ പാൻറ്റ് വാങ്ങിച്ചത് അതും അജിയോ എന്നാണ്, ഫിഗ് എന്നാണ് അതിൻ്റെ പേര്. രണ്ടും വളരെ നിസ്സാര വിലയ്ക്ക് 500 രൂപ താഴെ. എനിക്കൊന്ന് പാൻറ്റിനൊരു 300-350, അതിനപ്പുറം പോയിട്ടില്ല. ടോപ്പിനും അതുപോലെ തന്നെ 250-300 ആ ഒരു റേറ്റിൽ വാങ്ങിച്ചതാണ്. പാൻറ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. മിയൻ്റെ ഡ്രസ്സ് നമ്മൾ ട്രെൻഡ്സ് ന്യൂക്ലിയസ് മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച സ്കേർട്ടാണ്. ടീഷർട്ട് നമ്മൾ വാങ്ങിച്ചത് ഇവിടെ ലൈഫ് സ്മാർട്ടിൽ നിന്ന്, സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്ന്. പാറുൻ്റെ ഡ്രസ്സ് ഓൺലൈൻ വാങ്ങിച്ച്, അതും അജിയോ. ഇതിനൊക്കെ നിസ്സാര പൈസ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇതിന് പോകാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പൈസയൊന്നും ആക്കിയില്ല ഡ്രസ്സൊന്നും വാങ്ങാനായിട്ട്. ഇതൊക്കെ എൻ്റെ ഇരുന്ന ടോപ്പായിരുന്നു. ഈ ഒരു ബോട്ടിങ് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ലേഡീസ് ആയിരിക്കും. കാരണം ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ഏരിയയിലേക്കാണ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം കടകളും കച്ചവടക്കാരും തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ പറ്റിയ സാധനങ്ങളുമാണ്. വണ്ടി നോക്കണേ, പാറു ആ ബോട്ട് നോക്കണേ, പാറു ആ ബോട്ട് നോക്കണേ. ഇത് കണ്ടോ, ഇത് കണ്ടേ, പാറു നോക്കിക്കേ. അന്മി എന്തേ കാണുന്നുണ്ടോ? ഏത് കേൾപ്പോന്നുണ്ടോ? ആ, അടുത്ത വെള്ളത്തിലോട്ടിറങ്ങും അത്. ഇത് കണ്ടോ, അടുത്തടുത്ത വെള്ളത്തിലോട്ട്. ഇങ്ങോട്ട് നമ്മൾ ബോട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തിലാണ് വന്നതെങ്കിൽ അങ്ങോട്ട് നമ്മൾ കുറേ നടക്കാനുണ്ട്. നടന്ന് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി. ഈ കാണുന്ന ആൾ പുള്ളിയുടെ കലാവിരുത് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണേൽ ഇത് വാങ്ങാം. ഇവിടെ 500 ബാത്ത് 300 ബാത്ത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പലവിധ കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഫുഡ് കോർട്ടാണ് വരുന്നത്. ഇവിടെ അധികം പൊക്കമില്ലാത്ത നീളത്തിലുള്ള ഡൈനിങ് ടേബിൾ എന്ന് നമുക്ക് പറയാം, അതുപോലുള്ള ഒരു സംഗതിയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം ഓണായി വരുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു വൈകിട്ടാണ് കൂടുതൽ ആക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. ഇതെന്താണ്? ഇത് മൈദയപ്പം. അയ്യോ, നമ്മുടെ ഇവിടുത്തെ അപ്പം, നല്ല അപ്പം. ഇത് ബ്രെഡ് പോലിരിക്കുന്നല്ലോ. മറ്റേ ചക്കയുടെ അല്ലേ, ചക്കയുടെ
ചക്കയപ്പം. ആ അതുപോലെ ഉണ്ട്. ചക്കയപ്പം നമ്മൾ ഇലക്കകത്ത് ഉണ്ടാക്കുന്ന സാധനം കടവരെ കൊള്ളാവോ? എനിക്കിത് ഇഷ്ടം. ഇത് നൈസ്. ഉണ്ണിയപ്പം അത് പനിയാരം. ഈ തൊട്ട് മുമ്പ് ഞാൻ കഴിച്ച ആ മൈദേപ്പം എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിൻ്റെ പേരാണ് കോക്കനട്ട് പാൻ കേക്ക്. അത് കഴിച്ച് ഇഷ്ടപ്പെട്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബഹളമാണ് ആ നടന്നത്. ഈ കാണുന്ന ആളാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. അവരിങ്ങനെ ഒരു കല്ലിലൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് വീതം ചുട്ടെടുക്കുകയാണ്. തേങ്ങയുടെ നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. തേങ്ങ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിത് കടിക്കുമ്പോൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെയുള്ള നമ്മുടെ മൈദയിൽ തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടികളായ അന്മിയും ശിവവും ഒന്നും ആഹാരം കഴിക്കുന്നതേ ഇല്ല. അവരെന്തേലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് മതി പോകാമെന്നും പറഞ്ഞങ്ങ് ഇറങ്ങും. അപ്പോൾ അവർക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പം എന്തേലും ആട്ടെ കഴിക്കുന്നത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഓടി നടന്ന് വാങ്ങിയതാണ്. കോലമ്പുഴു, കുണ്ടളപ്പുഴു, പിന്നെ പുൽച്ചാടി, നമ്മുടെ പച്ചക്കുതിര, ഇതിനെയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ ക്രൊക്കഡൈൽ ട്രൈ ചെയ്തുകൊണ്ട് ഇന്ന് അതെന്തായാലും വേണ്ടെന്ന് വെച്ചു. പിന്നെ ഈ പാറ്റയും പഴുതാരയൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇവിടുന്ന് ഓരോ സ്മൂത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നടന്നു വന്നപ്പോഴാണ് അടുത്ത കലാപ്രകടനം. രണ്ടുപേരും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഇഴിയിടാൻ പോകുന്നത്. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവർ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുങ്ങിയിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നത്. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് രണ്ടുപേരും കൂടെ ബോക്സിങ് നടത്തുകയാണ് ഇരുന്നുള്ള. പണ്ട് പോഗോ ചാനൽ ഉണ്ടായിരുന്നപ്പം അതിൽ ഇങ്ങനത്തെ കളികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് വന്നതുകൊണ്ടാവണം ഇങ്ങനൊരു കലാപ്രകടനം കാണാൻ പറ്റിയത്. കലാപ്രകടനമല്ല, ഇതൊരു കായിക വിനോദമായിരുന്നല്ലോ. അങ്ങനെ ബെല്ലടിച്ച് കലാപ്രകടനം തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടുത്ത ആള് ഈ ഒരു മല്ലയ്യനെ ഇടിച്ചിടാനായിട്ട് ഇതിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇടി തുടർന്നു. അവസാനം ഇതിലൊരാൾ വെള്ളത്തിൽ വീണു. അവിടെ നിന്ന് ആൾക്കാരുടെ ദേഹത്ത് മൊത്തം വെള്ളമായി. ഞാൻ ഇത്തിരി നീങ്ങി നിന്നുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ബാക്കി നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. മിയയ്ക്ക് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഞാനങ്ങനെ വീഡിയോ വലിയതാക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെ എത്ര പേര് എത്ര നേരം കാണുന്നെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആടിന് നമുക്ക് പാല് കൊടുക്കാം കേട്ടോ അങ്ങോട്ടേക്ക്. അത് നമ്മൾ പൈസ പേ ചെയ്തിട്ട് വേണം. അതല്ല, നമ്മുടെ നാട്ടില് അവരുടെ പാലെടുത്ത് നമ്മൾ കുടിക്കും. അതെ, ഇതങ്ങോട്ട് പാല് കൊടുക്കാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം തീരുകയാണ്. ഇവിടെ എന്തോ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ നമ്മൾ നിൽക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ സമ്മർ ടൈമിൽ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് നടന്ന് കണ്ടെന്നല്ലാതെ കയറി നിന്ന് കാര്യമായിട്ട് വില ചോദിക്കാനോ വാങ്ങാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇവിടെയൊക്കെ ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ച് വെക്കുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് അതിൻ്റേതായ പ്രൈസും ഉണ്ട്. നമ്മൾ വിചാരിച്ചു നമ്മളേതെങ്കിലും ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് വാങ്ങാമെന്ന്. അങ്ങനെ നമ്മുടെ റീലും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.